വെളുത്തുള്ളിയുടെ വില വെളുത്തുള്ളിയുടെ വില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുന്നു എന്നുള്ളതാണ്. അതെ, 260 മുതൽ 30 രൂപ വരെ ഒരു കിലോയ്ക്ക്, 300 രൂപ വരെ ഒരു കിലോയ്ക്ക് എന്നുള്ളതാണ്. അപ്പൊ ഇനി വെളുത്തുള്ളി വെച്ചിട്ട് പാചകമൊന്നും ചെയ്യേണ്ടെന്നുള്ളതാണ്. സാധാരണ നോൺ വെജ് ഐറ്റംസിലാണല്ലോ, ഇറച്ചി, മീൻ അങ്ങനെയൊക്കെ ഉള്ളതിലാണ്. പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ട്, അങ്ങനെയൊക്കെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പാമ്പിനെ ഓടിക്കാൻ വെളുത്തുള്ളി ഉപയോഗിക്കും. അതെ, അത് ചതച്ചിട്ടാൽ കൊല്ലം ജില്ലയിലൊക്കെ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇവിടെ അത്യാവശ്യം പാമ്പൊക്കെ ഉള്ള സ്ഥലമാണത്. അതെ, നമുക്കൊരു ഇതിന് കാരണമായിട്ട് SKN പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി നശിക്കുന്നു, വിളവെടുപ്പ് വൈകി എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഒരു പ്രതികരണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അത് കണ്ടതിന് ശേഷം റിപ്പോർട്ടറിലേക്ക് പോകാം. പ്രതികരണം. പുതിയത് കൃഷി ആവാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്കാണ് എല്ലാവരും അവിടുന്ന് രാജസ്ഥാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ നമുക്ക് വിട്ട് കിട്ടുന്ന സാധനം അതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് അതിന് സ്റ്റോക്ക് വെച്ച് വിടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് വില കൂട്ടിയിട്ട് വിൽക്കാനുള്ള കാരണം. ഈ സമയത്തോട് പുതിയ കൃഷി ആവേണ്ടതാണ്. അതാവാത്ത പ്രശ്നം മഴ കാരണങ്ങളൊക്കെയാണ് അവർ പറയുന്ന ഇഷ്യൂ. അപ്പോൾ അത് ഇനി വില കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കണം, പുതിയത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ കൃഷി ആയിട്ടുള്ള ഇതിലൊക്കെ നമുക്ക് കിട്ടണം. അത് ജനുവരി ലാസ്റ്റിലൊക്കെ ആയിട്ട് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വില കൂടിയിട്ട് ഇപ്പോൾ 2-3 മാസത്തിൻ്റെ അടുത്തായി, 2 മാസം 2.5 മാസത്തോളം. അതൊക്കെ 1 കിലോ വാങ്ങുമ്പോൾ 200 ഗ്രാം വാങ്ങും, ജാസ്തി വാങ്ങും. സാധാരണ വെളുത്തുള്ളി മാത്രമേ വില ഉള്ളൂ. പച്ചക്കറി സാധനമൊക്കെ വില കുറവ്, പച്ചക്കറിക്കൊന്നും വിലയില്ല, ബാക്കി എല്ലാത്തിനും വില കുറവ്. വെളുത്തുള്ളി മാത്രം വില കൂടുതൽ. ഇപ്പോൾ ചെറുള്ളി വില കൂടുതലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആശ്രാമത്തേക്ക് അപ്പോൾ നമ്മുടെ പാളയം മാർക്കറ്റിൽ ഇപ്പോൾ രാഹുൽ സുരേഷ് ഉണ്ട്. അപ്പോൾ രാഹുൽ സുരേഷ് വെളുത്തുള്ളിയുടെ കാര്യമോ അനുജ പറഞ്ഞ പ്രശ്നം. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ആശ്രാമം മൈതാനം. അപ്പോൾ ഇവിടെയാണല്ലോ നമ്മുടെ കലാമേള അടിച്ചു പൊളിക്കുകയാണ്, കലോത്സവം, സ്കൂൾ കലോത്സവം. അപ്പോൾ പാളയം മാർക്കറ്റിലേക്ക് കടന്നപ്പോൾ വെളുത്തുള്ളിയുടെ വില എങ്ങനെയുണ്ട്? ഇപ്പോൾ അനുജ പറഞ്ഞു വെളുത്തുള്ളി ആകെ പ്രശ്നമാണ്, നമ്മുടെ ഉള്ളി പോലെ ആകും ആൾക്കാരല്ലേ. ഓക്കെ, അപ്പോൾ പറയൂ. SKN വെരി ഗുഡ് മോർണിംഗ്. SKN ഈ സംസ്ഥാനത്തേക്ക് പ്രധാനമായും വെളുത്തുള്ളി എത്തുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അവിടെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ ചില പ്രശ്നങ്ങളാണ് നിലവിൽ ഈ വെളുത്തുള്ളി വില അല്പം വർദ്ധിക്കാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കുറേയധികം കൃഷി നശിച്ചു, അതോടൊപ്പം തന്നെ വിളവെടുക്കാനും വൈകുകയാണ്. അതാണ് നിലവിൽ വെളുത്തുള്ളിക്ക് വില വർദ്ധിക്കാൻ കാരണമായി പറയുന്നത്. ഹോൾസെയിൽ വില 230 മുതൽ 260 രൂപ വരെയാണ്. അത് ചില്ലറ വിൽപ്പനയായി വരുമ്പോൾ 260 രൂപ മുതൽ 280 രൂപ വരെ ഒരു കിലോയ്ക്ക് നൽകേണ്ടി വരും. 100 ഗ്രാമിന് 28 രൂപ മുതൽ 30 രൂപ വരെ നൽകേണ്ടി വരുന്നു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. സാധാരണ പച്ചക്കറിക്ക് കാര്യമായ വില വർധനവില്ല, സാധാ വിലയാണ് മറ്റെല്ലാ പച്ചക്കറികൾക്കും ഉള്ളത് എന്നാണ് ഈ വ്യാപാരികൾ പറയുന്നത്. നമുക്ക് നമ്മളിപ്പോൾ പാളയം മാർക്കറ്റിലാണുള്ളത്. നമുക്ക് ഈ ചേട്ടന്മാരോട് തന്നെ ചോദിക്കാം, ചേട്ടാ എങ്ങനെയാണ് വെളുത്തുള്ളിയുടെ വില, അതോടൊപ്പം മറ്റ് പച്ചക്കറിയുടെ വില എങ്ങനെയാണ്? പച്ചക്കറിക്ക് വില കുറവ് തന്നെയാണ്, എല്ലാ പച്ചക്കറി എല്ലാ സാധനവും വില കുറവാണ്. വെളുത്തുള്ളി മാത്രമുള്ള ഇപ്പോൾ വില കൂടുതൽ, ബാക്കി പച്ചക്കറിയൊക്കെ വില കുറവാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മറ്റു പച്ചക്കറിക്കൊക്കെ വിലക്കുറവാണ്, വെളുത്തുള്ളിക്ക് മാത്രമാണ് നിലവിൽ ചെറിയൊരു വില വർധനവ് ഉണ്ടായിട്ടുള്ളത്. അതും ഏതാണ്ട് 1 മാസം കൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഈ വ്യാപാരികൾ പറയുന്നത്. എന്താണെങ്കിലും അതനുസരിച്ചാണ് ഈ പച്ചക്കറി മാർക്കറ്റിലെ വില വിവര പട്ടിക. SKN 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.